ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് CBSE ക്ലാസ് 5 ഹിന്ദി ചാപ്റ്റർ 2 ഫസലോं के त्योहार. ഫസലോं के त्योहार എന്ന് വെച്ചാൽ വിളവെടുപ്പിൻ്റെ ഉത്സവം. നമുക്കറിയാം, ഇന്ത്യയിൽ ഒരുപാട് സ്റ്റേറ്റ്സ് ഉണ്ട്. ഈ സ്റ്റേറ്റ്സിൽ തന്നെ കൂടുതൽ ആളുകളും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ്. കർഷകർ നിലമുഴുത് വിത്ത് വിതച്ച് ആദ്യമായ കൃഷികാര്യങ്ങളിൽ ഏർപ്പെട്ട ശേഷം വിളവെടുപ്പിൻ്റെ സമയമാകുമ്പോൾ അവർ വളരെ ഹാപ്പി ആയിരിക്കും. കാര്യം എന്താണ്? അത്രയും കാലത്തെ അവരുടെ കഷ്ടപ്പാട് ഒരു വിളവെടുപ്പായിട്ട് അവർക്ക് ലഭിക്കുകയാണ്. അപ്പോൾ ആ ഹാപ്പിനെസ് ഷെയർ ചെയ്യാൻ വേണ്ടി അവർ ആ വിളവെടുപ്പിൻ്റെ സമയമാകുമ്പോൾ അതിനെ ഒരു ഉത്സവമായിട്ട് കൊണ്ടാടും. അപ്പോൾ ഭാരതത്തിൻ്റെ പല ഭാഗത്തും പലതരത്തിലുള്ള ക്രോപ്സാണ് വിളവെടുക്കുന്നത്. അപ്പോൾ ആ ക്രോപ്സിൻ്റെ എല്ലാം വിളവെടുപ്പിൻ്റെ സമയത്ത് ഇന്ത്യയിലെ ഓരോ ഭാഗത്തും പല പേരുകളിൽ ഉത്സവങ്ങൾ കൊണ്ടാടാറുണ്ട്. ഈ മാപ്പ് നോക്കിയാൽ നമുക്ക് ചില ഉത്സവങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഫസലോं के त्योहार എന്ന പാഠത്തിൽ ബീഹാറിലെ ഒരു ഗ്രാമത്തിലെ വീട്ടിൽ കിച്ചടിയുടെ അല്ലെങ്കിൽ മകരസംക്രാന്തി ഉത്സവത്തിൻ്റെ സമയത്ത് നടക്കുന്ന ഒരു കാര്യമാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. സാരാ ദിൻ ബോർസി കെ ആകെ ബൈഠ്കർ ഹാത്ത് താപ്തേ ഹുവേ ഗുസർ ജാത്താ ഹൈ. ബോർസി എന്ന് പറയുന്നത് വടക്കേ ഇന്ത്യയിലൊക്കെ തണുപ്പ് കാലത്ത് ചൂട് കായാൻ വേണ്ടി ഉപയോഗിക്കുന്ന മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു സ്റ്റൗവാണ്. അപ്പോൾ അതിനകത്ത് വിറകൊക്കെ ഇട്ട് ആളുകൾ തീ കൂട്ടി തണുപ്പിനെ അകറ്റും. അപ്പോൾ അതാണ് ബോർസി. അപ്പോൾ ഈ ബീഹാറിലെ ഈ ഗ്രാമത്തിൽ നല്ല തണുപ്പാണ്. അപ്പം ആ ഫുൾ ഡേ ആളുകൾ ഈ ബോർസിയുടെ മുമ്പിലിരുന്ന് ചൂട് കാഞ്ഞാന്ന് ആണ് കടന്നു പോകുന്നത്. അപ്പോൾ അത്രയ്ക്ക് തണുപ്പാണ്. കഹാ തോ കിച്ചടി കെ സമയ ധൂപ് മേ ഗർമാഹട്ട് की शुरुआत होनी चाहिए और यहाँ हम सूरज के इंतज़ार में आस लगाए बैठे हुए हैं. സാധാരണഗതിയിൽ കിച്ചടിയുടെ സമയമാകുമ്പോൾ ധൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൺലൈറ്റിലൊരു ചൂടൊക്കെ വരേണ്ട സമയമായി. പക്ഷേ ഇപ്പോൾ ഈ സമയത്ത് ഇവിടെ ആ ചൂടൊന്നും വന്നിട്ടില്ല. അപ്പോൾ എല്ലാവരും സൂര്യൻ്റെ ചൂടിനെ ആസ് ലഗാന എന്ന് വെച്ചാൽ പ്രതീക്ഷിച്ച് ഇരിക്കുകയാണ്. അപ്പോൾ സമയമായിട്ടും കാലാവസ്ഥയിലൊരു ചൂട് വന്നിട്ടില്ല എന്നാണ് ഈ സെൻറ്റൻസിൽ പറയുന്നത്. പൂരെ 10 दिन हो गए सूरज लापता है. 10 ദിവസമായിട്ട് ആരും സൂര്യനെ കാണുന്നത് പോലുമില്ല. കാര്യം അത്രയ്ക്ക് തണുപ്പാണ്. ലാപ്ന എന്ന് വെച്ചാൽ ലോസ്റ്റ് ആവുക, കാണാതെ പോവുക. ആജ് സുബഹ തോ രസായി സേ നിക്കൽനെ കി ഹിമ്മത്ത് നഹി ഹോ രഹി തി. രസായി എന്ന് വെച്ചാൽ പുതപ്പ്. അപ്പോൾ സുബഹ് എന്ന് വെച്ചാൽ രാവിലെ. അപ്പോൾ ഇന്ന് രാവിലെ പുതപ്പിൽ നിന്നും പുറത്തു വരാനുള്ള ഒരു ധൈര്യം പോലും കിട്ടുന്നില്ല. ഹിമ്മത്ത് എന്ന് വെച്ചാൽ ധൈര്യം പോലും കിട്ടുന്നില്ല. കാര്യം എന്താണ്? അത്രയ്ക്ക് തണുപ്പാണ്. ബാഹർ ദേഖ്നെ സേ തോ സമയ കാ അന്ദാസ ബിൽകുൽ നഹി ഹോ രഹാ ലേക്കിൻ ഘർ മേ ഹോ രഹി ചഹൽ പഹൽ അബ് പതാ ചൽ രഹി. ബാഹർ എന്ന് വെച്ചാൽ പുറത്ത്. ബാഹർ ദേഖ്ന എന്ന് വെച്ചാൽ പുറത്തേക്ക് നോക്കുക. അപ്പൊ പുറത്തേക്ക് നോക്കുമ്പോൾ സമയക്ക അന്താസ, സമയം എത്രയായി എന്നുള്ളതിന്റെ ഒരു അറിവ്. ബിൽക്കുൽ നഹി ഹോ രഹാ ഹെ, ഒട്ടും അറിയാൻ പറ്റുന്നില്ല. അതായത് പുറത്തേക്ക് നോക്കുമ്പോൾ സമയം എത്രയെന്ന് അറിയാൻ പറ്റുന്നില്ല. ചഹൽ പഹൽ എന്ന് വെച്ചാൽ ബഹളം. ലേക്കിൻ ഘർ മേ ഹോ രഹി ചഹൽ പഹൽ അബ് പതാ ചൽ രഹി. പുറത്ത് സമയമൊന്നും അറിയാൻ പറ്റിയില്ലെങ്കിലും വീടിനകത്തുള്ള ബഹളം അറിയാൻ പറ്റുന്നുണ്ട്. കാനോ മേ കവി चांपाकल के चलने और पानी के गिरने की आवाज, तो कभी किसी के हाँक लगाने की आवाज आ रही. जा भाग के देख केरा के पता आयल की ना. ചാമ്പാക്കൽ എന്ന് വെച്ചാൽ ഹാൻഡ് പമ്പ്. പാനി എന്ന് വെച്ചാൽ വെള്ളം. പാനിക്ക് ഗിർന എന്ന് വെച്ചാൽ വെള്ളം വീഴുക. ആവാസ് എന്ന് വെച്ചാൽ ശബ്ദം. ഹാങ്ക് ലഗാന എന്ന് വെച്ചാൽ വിളിക്കുക, ഉറക്കെ വിളിക്കുക. അപ്പോ ഇവിടെ ഈ സമയത്ത് ചിലപ്പോഴൊക്കെ ചാമ്പാക്കൽക്കെ ചലനെ, അതായത് ഹാൻഡ് പമ്പ് വർക്ക് ചെയ്യുന്നതിന്റെ ശബ്ദം, വെള്ളം വീഴുന്നതിന്റെ ശബ്ദം കേൾക്കാം. ഇനി ചിലപ്പോൾ എന്താണ്, ഒരാളിനെ വിളിക്കുന്ന ശബ്ദം കേൾക്കാം. വിളിച്ചിട്ട് എന്താണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ജാ ഭാഗ്യ ദേ കേരാക്കെ പത്ത ആയിൽ കീന. കേരാക്കെ പത്ത എന്ന് വെച്ചാൽ വാഴയില റെഡിയായോ നോക്കി പോയി നോക്കൂ എന്നൊക്കെ ഇങ്ങനെ വിളിച്ചിങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആജ് ഈ ലോകെ ഉഠേക്കെ നയിക്കേക്ക बोल जल्दी तैयार होकर अब तो उठने में ही भलाई है. അപ്പൊ ഈ സെന്റൻസിനകത്ത് പ്യുവർ ഹിന്ദി അല്ല,
ഇതൊരു ബോലിയാണ്. അപ്പൊ ബീഹാർ ആ ഗ്രാമത്തിലെ ആളുകൾ തമ്മിൽ സംസാരിക്കുന്ന ഒരു നാട്ടുഭാഷയാണ്. അപ്പൊ ഹിന്ദിയുടെ തന്നെ ഒരു വകഭേദമാണ്. എങ്കിൽ തന്നെയും ആ നാട്ടിലുള്ളവർക്ക് തമ്മിൽ അവരുടെ സംസാരിക്കാൻ ഒരു രീതിയാണ്. അപ്പൊ ഇതിനകത്ത് ഈ സെന്റൻസ് ഈ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ആജ് ഈ ലോക്കെ ഉട്ടേക്കെ നെയ്യിക്കേക്ക, ഇന്നീ ആളുകൾ ആരും എഴുന്നേക്കുന്നില്ലേ, ബോൾ ജൽദി തയ്യാർ ഫോക്കസ്, പെട്ടെന്ന് തന്നെ തയ്യാറാകാൻ പറയൂ. അബ് തോ ഉട്നെ മേ ഹി ഭലായി ഹെ, ഭലായി എന്ന് വെച്ചാൽ നല്ലത്. അപ്പൊ ഇനി ബെറ്റർ എന്താണ്, എഴുന്നേക്കുന്നത് തന്നെയാണ്. കാര്യം വീട്ടിലാകെ ബഹളമായി, എഴുന്നേക്കും പറഞ്ഞു കിടന്നുള്ള വിളിയും സംസാരവും വെള്ളം വീഴുന്ന ശബ്ദവും എല്ലാം കേൾക്കുന്നത്. നഹാ ധോക്കർ ഹം സഭി ഏക് കമരെ മേ ഇക്കട്ടാ, കുളിച്ച് വൃത്തിയായി ഞങ്ങൾ എല്ലാവരും ഒരു കമര എന്ന് വെച്ചാൽ മുറി, എല്ലാവരും കൂടെ ഒരു മുറിയില് ഒരുമിച്ച് കൂടി. ഇക്കട്ടാ ഹോന എന്ന് വെച്ചാൽ ഒരുമിച്ച് കൂടുക. ദാദാ ഔർ ചാച്ചാനി ക്യാ സഫീദ് ചകാചക് മാഡ് ലഗി ധോത്തി ഔർ കുർത്ത പെഹനാ ഹുവാ ഹൈ. അതായത് ദാദാ എന്ന് വെച്ചാൽ ഗ്രാൻഡ് ഫാദർ, ചാച്ച എന്ന് വെച്ചാൽ അങ്കിൾ, സഫേദ് എന്ന് വെച്ചാൽ വെളുത്തത്, മാണ്ട് ലഗി ധോത്തി എന്ന് വെച്ചാല് സ്റ്റാർച്ച് ചെയ്ത മുണ്ട്, അതായത് നല്ലോണം പശയിട്ട മുണ്ട്. അപ്പോ ദാദയും ചാച്ചയും നല്ല വെളുത്ത എന്താണ് പശയിട്ട മുണ്ടും ഡ്രസ് കുർത്തയുമാണ് ധരിച്ചിരിക്കുന്നത്. खिचड़ी में ऐसन टांट हम पहले कब्बो ना देखा, देख നീ സാരാ ദേ കനകന ദേത്ത. വീണ്ടും ബോലിയാണ്, അവിടുത്തെ ബോലിയിലാണ് അവർ പറയുന്നത്. അതായത് കിച്ചടിയുടെ സമയത്ത് ഇത്രയും ടാണ്ടെന്ന് വെച്ചാൽ തണുപ്പ്, ഇത്രയും തണുപ്പ് പെഹലെ കബ്ബോന ദേക്ക, ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. സാരാ ദേ കനകന ദേത്ത, ദേഹം മുഴുവൻ തണുത്ത് വിറയ്ക്കുന്നു. പാപ്പാനെ കഹ, ഇങ്ങനെ പറഞ്ഞത് പാപ്പയാണ് ഇങ്ങനെ പറഞ്ഞത്. ഷായദ് ആജ് ധോത്തി മേ ഉനെ ठंड കുച്ച് ജ്യാദാ ലഗ് രഹി ഹോഗി, ഇന്ന് പാപ്പയ്ക്ക് കുറച്ച് കൂടുതൽ തണുപ്പ് തോന്നുന്നുണ്ടാകാം. सामने मचिया पर खादी की सफेद साड़ी पहने हुए दादी बैठी थी. മുമ്പില് എന്താണ് നല്ല ഖാദിയുടെ നല്ല വെളുത്ത സാരി ഉടുത്ത് ദാദിയും ഇരിപ്പുണ്ട്. आज दादी ने अपने बाल धोए हैं, चक सफेद सेमल की रुई जैसी हल्के फुल्के बाल. ഇന്ന് ദാദി എന്ന് വെച്ചാല് അമ്മൂമ്മ, ഗ്രാൻഡ് മദർ നല്ലോണം തന്റെ മുടി കഴുകിയിട്ടുണ്ട്. നല്ല വെളുത്ത പഞ്ഞിക്കെട്ട് പോലെ നല്ല മൃദുലമായിട്ടുള്ള തലമുടിയാണ് ദാദിക്കുള്ളത്. സേമൽ കി രുയി എന്ന് വെച്ചാല് പഞ്ഞിയുടെ കെട്ട് പോലെ. गौर से देखने पर भी एक काला बाल नजर नहीं आता. വളരെ ശ്രദ്ധിച്ചു നോക്കിയാൽ പോലും ഒരു കറുത്ത മുടി ദാദിയുടെ തലയില് കാണത്തില്ല. बिल्कुल धुली धुली सी लग रही है दादी. उनके सामने केले के कुछ पत्ते कतार में रखे हैं, जिस पर तिल, मिठा, चावल आदि के छोटे छोटे ढेर पड़े हुए हैं. അപ്പൊ ദാദിമാരുടെ ഫ്രണ്ടില് കുറച്ച് വാഴയില നിരനിരയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് തിൽ എന്ന് വെച്ചാൽ എള്ള്, ഇംഗ്ലീഷിൽ സീസെയിം എന്ന് പറയും. തൈപ്പടത്തിൽ മിട്ട എന്ന് വെച്ചാൽ ഗുഡ്, അതായത് ശർക്കര, ഇംഗ്ലീഷിൽ അതിന് ജാഗറി എന്ന് പറയും. ചാവൽ റൈസ്, ഠേർ എന്ന് വെച്ചാൽ ചെറിയ ചെറിയ ഹീപ്പ് പോലെ കൂനയായിട്ട്. അങ്ങനെ ദാദിമാരുടെ മുമ്പിൽ ഈ എള്ളും ശർക്കരയും അരിയും എല്ലാം ഒരു വാഴയിലയിൽ വെച്ചിട്ടുണ്ട്. हमें बारी बारी से उन सभी चीज़ों को छूने और प्रणाम करने के लिए कहा गया. ചീസോം എന്ന് വെച്ചാൽ സാധനങ്ങൾ, ചൂന എന്ന് വെച്ചാൽ തൊടുക, പ്രണാം കർണ എന്ന് വെച്ചാൽ പ്രണമിക്കുക. അപ്പോൾ ആ വീട്ടിലെ അംഗങ്ങളെല്ലാം ഈ ഭക്ഷണ സാധനങ്ങളെയെല്ലാം ഓരോരുത്തരായിട്ട് വന്ന് അംഗങ്ങളെല്ലാവരും ഇതിനെ തൊട്ട് പ്രണമിക്കും. ജബ് सबने ऐसा कर लिया तो उन सभी चीज़ों को एक जगह इकट्ठा करके दान दे दिया गया. അങ്ങനെ ആ വീട്ടിലെ അംഗങ്ങളെല്ലാം ഈ ഭക്ഷണ സാധനങ്ങളെ തൊട്ട് വന്നിച്ചതിന് ശേഷം ഈ ഭക്ഷണ സാധനങ്ങളെല്ലാം ഒരുമിച്ചാക്കിയിട്ട് അത് മറ്റുള്ളവർക്ക് ദാനം. ആജ് തോ അപ്പി ലിലിയാം ബുരി ഫസി, ലിലിയ എന്ന് വെച്ചാൽ ചേച്ചി, ഫസ് ജാന എന്ന് വെച്ചാൽ പെട്ടുപോവുക. അപ്പോൾ ഇന്ന് കുട്ടികളുടെ മൂത്ത ചേച്ചി പെട്ടുപോയി. അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് അടുത്ത സെൻറ്റൻസിൽ പറയുന്നുണ്ട്. ഉനെ ന തോ ചൂടാ ദഹി ഹി പസന്ത് ഹേ ഔർ ന ഹി കിച്ചടി, पर आज तो फरमाइशी नाश्ता नहीं चलेगा. ചൂടാ ദഹിയും കിച്ചടിയും
കിച്ചടി ഉത്സവ സമയത്ത് ഉണ്ടാക്കുന്ന പ്രത്യേക ഭക്ഷണ സാധനങ്ങളാണ്. ഫർമാശി നാഷ്ത എന്ന് വെച്ചാൽ സ്പെഷ്യൽ ഡിഷസ് ഫ്രം മദർ, അതായത് അമ്മയുടെ അടുത്ത് പ്രത്യേകമായിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി മേടിക്കുന്ന ഭക്ഷണമാണ് ഫർമാശി നാഷ്ത. അപ്പോ ചേച്ചിക്ക് ഈ ദിവസം ഉത്സവത്തിന്റെ വിഭവങ്ങളായ ചൂടാ ദഹിയും കിച്ചടിയും കഴിച്ചേ പറ്റൂ. ഇന്ന് അമ്മയുടെ അടുത്ത് സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കി കഴിക്കാൻ പറ്റത്തില്ല. കാരണം ഉത്സവമാണ്, ഉത്സവത്തിന് എല്ലാവർക്കും കൂടെ കോമൺ ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് സാധാരണ ഉണ്ടാക്കാറ്. പിന്നെ ദോനോ ഹി ചീസേ കാനി പടേഗി ആജ് കിച്ചടി ജോ ഹേ. അപ്പൊ ഇന്ന് ചേച്ചിക്ക് ഇഷ്ടമില്ലാത്ത ചൂടാ ദഹിയും കിച്ചടിയും കഴിച്ചേ പറ്റത്തുള്ളൂ. കാര്യം എന്താണ്? ഇന്ന് കിച്ചടി ഉത്സവമാണ്. ഈ ചൂടാ ദഹി എന്ന് പറയുന്നത് അവലും തൈരും കൊണ്ടുണ്ടാക്കുന്ന ഒരു ഭക്ഷണമാണ്. അതിന് പടമാണ് തന്നിരിക്കുന്നത്. കിച്ചടി എന്ന് പറയുന്നത് ദാലും റൈസും കൂടെ മിക്സ് ചെയ്തുണ്ടാക്കുന്ന മറ്റൊരു ഭക്ഷണ പദാർത്ഥമാണ്. അപ്പൊ അതിന്റെ പടം ഇവിടെ കൊടുത്തിട്ടുണ്ട്. കിച്ചടി खाने के बाद सभी ने गया से आए तिल गुड़ और चीनी के तिलकुट को बड़े चाव से खाया. ഗയ എന്ന് പറയുന്നത് ബീഹാറിലുള്ള ഒരു സ്ഥലമാണ്. ഗംഗാ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. തിൽ എന്ന് വെച്ചാൽ എള്ള്, ഗുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ശർക്കര, ചീനി കെ തിൽക്കുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എള്ള് കൊണ്ടുണ്ടാക്കുന്ന ഒരു ബിസ്ക്കറ്റ് പോലുള്ളൊരു പലഹാരമാണ്. ചാവ്സേ ഖാന എന്ന് വെച്ചാൽ വളരെ ആസ്വദിച്ച് കഴിക്കുക. അപ്പോൾ കിച്ചടി ഖാനെ കെ ബാദ്, കിച്ചടി കഴിച്ചതിന് ശേഷം സബി എല്ലാവരും ഗയയിൽ നിന്നും കൊണ്ടുവന്ന എള്ള്, ശർക്കര, തിൽക്കുട്ട് ഇതെല്ലാം വളരെ ആസ്വദിച്ച് കഴിച്ചു. കാത്തെ കാത്തെ മൈ സോച്ച് രഹി തീ കി കിത്നി അലഗ് ഹേ നാ യേ കിച്ചടി ജോ അഭി ഹം മനാ രഹേ ഹേ. അങ്ങനെ കഴിച്ചു കൊണ്ടിരുന്നപ്പോൾ ലേഖിക ആലോചിക്കുകയാണ്, എന്താണ് പണ്ട് സെലിബ്രേറ്റ് ചെയ്തിരുന്ന കിച്ചടിയെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഉള്ള കിച്ചടിക്ക് വ്യത്യാസമുണ്ട്. സ്കൂൾ മേ ഹം ജോ കിച്ചടി മനാത്തെ തേ ഉസ്കി അലഗ് ഹി മസ്തി ഹുവാ കർത്തി. സ്കൂളിൽ സെലിബ്രേറ്റ് ചെയ്തിരുന്ന കിച്ചടിക്ക് ഒരു പ്രത്യേക രസമുണ്ടായിരുന്നു. छुट्टी का दिन नाव में बैठकर गंगा नदी की सैर और फिर टापू पर बालू में दौड़ते हुए पतंग उड़ाना या उड़ाने की कोशिश करना. छुट्टी का दिन എന്ന് വെച്ചാൽ അവധി ദിവസം, എന്തായാലും സെലിബ്രേഷൻ ഉള്ള ദിവസം അവധിയായിരിക്കുമല്ലോ. നാവ് എന്ന് വെച്ചാൽ വള്ളം, നാവ് മേ ബൈഠന എന്ന് വെച്ചാൽ വെള്ളത്തിലിരിക്കുക, സൈർ കർണ എന്ന് വെച്ചാൽ യാത്ര ചെയ്യുക, ടാപ്പു പർ ബാലു എന്ന് വെച്ചാൽ നദീതീരത്തുള്ള നല്ല നൈസായിട്ടുള്ള മണ്ണ്, ദൗഡ്ന എന്ന് വെച്ചാൽ ഓടുക, പതങ്ക് എന്ന് വെച്ചാൽ കൈറ്റ്, ഉഡാന എന്ന് വെച്ചാൽ ഉയർത്തുക, കോഷിഷ് കർണ എന്ന് വെച്ചാൽ ശ്രമിക്കുക. അപ്പോൾ ഈ ഉത്സവം സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസം അവധിയായിരിക്കും. ആ അവധി ദിവസം കുട്ടികൾ വള്ളത്തിലിരുന്നു കൊണ്ട് ഗംഗാ നദിയിലൂടെ യാത്ര ചെയ്യുകയും നദീതീരത്തുള്ള നൈസായിട്ടുള്ള സാൻഡിൽ ഓടിക്കളിക്കുകയും അവിടെ പട്ടം ഉയർത്താൻ ശ്രമിക്കുകയോ ചെയ്യുമായിരുന്നു. കിത്തന മജ ആത്താത്ത, നല്ല രസമായിരുന്നു അതെല്ലാം. ഇധർ ഹം पतंग उड़ाते थे और वही थोड़ी दूर पर गुरुजी, विमला दीदा, आनंद जी, झिलमिट फया सब मिलकर ईंट से बने चूल्हे पर बड़े बड़े कड़ाहों में खिचड़ी बनाते थे. അപ്പോൾ കുട്ടികൾ ഇവിടെ കൈറ്റ് ഉയർത്തി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തോടി ദൂർപ്പർ, അവിടെ കുറച്ച് ദൂരെയായിട്ട് ഗുരുജിയും വിമലാദിദ്യയും ആനന്ദ്ജിയും ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് ഈട്ട് സേ ബനേ ചൂലെ, ഈട്ട് സേ ബനേ ചൂല എന്ന് വെച്ചാൽ ബ്രിക് സ്റ്റൗവിൽ ബഡേ ബഡേ കടാഹോ, വലിയ വലിയ പാത്രങ്ങളിൽ കിച്ചടി ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ ഗുരുജിയും വിമലാദിദ്യയും അവരെല്ലാവരും കൂടി ബ്രിക് സ്റ്റൗവിൽ വലിയ പാത്രത്തിനകത്ത് കിച്ചടി ഉണ്ടാക്കുമായിരുന്നു. ഹം ബി ബീച്ച് ബീച്ച് മീം അപ്നി പതംഗോं को सुस्ताने पर मौका देते हुए मटर और प्याज छीलने बैठ जाते. അപ്പോൾ ഇതിനിടയിൽ പട്ടം പടർത്തുന്ന കുട്ടികൾ കുറച്ച് നേരം പട്ടത്തിന് റെസ്റ്റ് കൊടുത്തിട്ട് എന്ത് ചെയ്യും? മട്ടർ എന്ന് വെച്ചാൽ പീസ്, പ്യാസ് എന്ന് വെച്ചാൽ ഓണിയൻ. അപ്പോൾ ഇതിനിടയ്ക്ക് പീസും ഓണിയനും എല്ലാം വൃത്തിയാക്കാൻ ഈ കുട്ടികളും സഹായിക്കും. വൈസി കിച്ചടി ഫിർ ദുബാര കാനേക്കോ നെഹി മിലി. അങ്ങനെയുള്ള കിച്ചടി പിന്നീട് ഒരിക്കലും കഴിക്കാൻ കിട്ടിയിട്ടില്ല. പിന്നെ എല്ലാം വീട്ടിലുണ്ടാക്കുന്ന അതേപോലെ ഇവരുടെ സ്കൂളിൽ ഇവരെല്ലാവരും കൂടെ വെച്ച് എൻജോയ് ചെയ്തിട്ടുള്ള കിച്ചടി പിന്നീട് അവർക്ക് കിട്ടിയിട്ടില്ല. വാക്കയി ടങ്ക് കൈസാ ബി ഹോ पर है ये खुशियों का त्योहार. टंग എന്ന് വെച്ചാൽ എ ഓഫ്
ദ വേ ഓഫ് സെലിബ്രേറ്റിംഗ് ദ ഫെസ്റ്റിവൽ. അപ്പം നമ്മൾ ഫെസ്റ്റിവൽ എങ്ങനെ ആഘോഷിച്ചാലും എന്താണ്, ഈ ഫെസ്റ്റിവൽസ് എല്ലാം സന്തോഷങ്ങളുടെ ഫെസ്റ്റിവൽസാണ്. जनवरी माह के मध्य में भारत के लगभग सभी प्रांतों में फसलों से जुड़ा कोई न कोई त्यौहार मनाया जाता है. जनवरी माह के मध्य അതായത് ജനുവരി മാസത്തിൻ്റെ പകുതിയോടുകൂടി ഭാരത് കെ ലഗ്ഭഗ് സബി പ്രാന്തമേ, ഭാരതത്തിൻ്റെ ഏകദേശം എല്ലാ പ്രദേശങ്ങളിലും ഈ ഹാർവസ്റ്റിനോടനുബന്ധിച്ചുള്ള ഏതെങ്കിലുമൊക്കെ ഉത്സവങ്ങൾ ആഘോഷിക്കാറുണ്ട്. ഫസലോं के जुड़ा त्योहार എന്ന് വെച്ചാൽ ഹാർവസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഉത്സവങ്ങൾ. कोई फसलों के तैयार हो जाने पर खुशी बांटता है तो कुछ लोग इस उम्मीद में खुश होते हैं कि अब पाला कम होगा. सूरज की गर्मी बढ़ने से खेतों में खड़ी फसल तेजी से बढ़ेगी. അപ്പോൾ ഈ സെൻറ്റൻസ് പറയുന്നത് എന്താണ്, കുറേ ആളുകൾ ഈ ഫസലോക്കെ തയ്യാർ ഹോ ജാനെ പർ, അതായത് ക്രോപ്പ് റെഡിയായി, അതായത് ഹാർവസ്റ്റ് ചെയ്തു, ഹാർവസ്റ്റ് ചെയ്യുന്നതിലുള്ള ഒരു സന്തോഷം കൊണ്ട് ഈ ഉത്സവം ആഘോഷിക്കും. അതാണ് ഫസലോं के त्योहार हो जाने पर खुशी बांटता है. അതായത് ഹാർവസ്റ്റിനോടനുബന്ധിച്ചുള്ള ആ സന്തോഷം പങ്കുവെക്കുന്നതിലേക്കായിട്ട് ഉത്സവം ആഘോഷിക്കും. ഹേ തോ കുച്ച് ലോഗ്, എന്നാൽ മറ്റു ചിലർ ഇസ് ഉമ്മീദ് മേ ഖുഷ് ഹോത്തി ഹെ. ഉമ്മീദ് എന്ന് വെച്ചാൽ ഹോപ്പ്, പ്രതീക്ഷ. ചിലർ മറ്റൊരു പ്രതീക്ഷയിലാണ് സന്തോഷമാവുന്നത്. എന്താണ്, ഇനി പാല കം ഹോക, അതായത് അവർ വിതച്ച് വെച്ചിരിക്കുന്ന കൃഷിയിൽ ഇനി കൂടുതൽ പരിപാലിക്കേണ്ടി വരില്ല. കാര്യം എന്താണ്, സൂരജ് കി ഗർമി ബട്ട്നെ സേ, സൂര്യൻ്റെ ചൂട് കൂടുന്നതിനനുസരിച്ച് ഖേത്തോമേ ഖടി ഫസൽ തേസി സേ ബഡീഗി, എന്താണ്, കൃഷിയിടങ്ങളിൽ ക്രോപ്സ് നല്ല ഊർജ്ജസ്വലമായി തന്നെ വളരും. അങ്ങനെ ആളുകൾ ഹാർവസ്റ്റിനോടനുബന്ധിച്ചും കൃഷിയിടങ്ങളിൽ ചെടികൾ കൃഷി നല്ല രീതിയിൽ വളരുന്നതിനോടനുബന്ധിച്ചുമുള്ള സന്തോഷത്തോടെ അവർ ഈ ഉത്സവങ്ങൾ ആഘോഷിക്കും. सभी प्रांतों और इलाकों का अपना रंग और अपना ढंग नज़र आता है. പ്രാന്തം എന്ന് വെച്ചാൽ പ്രദേശങ്ങൾ, ഇലാക്കയും ഏകദേശം അതേ മീനിങ് തന്നെ. അപ്പന രംഗ് ഔർ അപ്പന ടങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റേതായ രീതിയിൽ, അതായത് അവരുടേതായ ഡ്രസ്സുകൾ, അവരുടേതായ ആചാരങ്ങൾ, അങ്ങനെയല്ല. അപ്പോൾ എല്ലാ പ്രദേശങ്ങളിലും ഈ സമയത്ത് എന്താണ്, ഓരോരുത്തരും അവരവരുടേതായ രീതിയിലുള്ള ഡ്രസ്സും അവരവരുടേതായ രീതിയിലുള്ള ആചാരങ്ങളും എല്ലാം പ്രദർശിപ്പിക്കും. ഇസ് दिन सब लोग अच्छी पैदावार की उम्मीद और फसलों के घर में आने की खुशी का इंतज़ार करते हैं. അപ്പോൾ ഈ സമയത്ത് വീട്ടിലേക്ക് നല്ലൊരു കാലം വരുന്നതിൻ്റെയും നല്ല ക്രോപ്സൊക്കെ വീട്ടിലേക്ക് എത്തുന്നതിൻ്റേതുമായ എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് ആളുകൾ ഇരിക്കും സന്തോഷത്തോടെ. ഉത്തർപ്രദേശ്, ബീഹാർ, മധ്യപ്രദേശ് മേം മകർ സംക്രാന്തി യാ തിൽ സംക്രാന്തി. ഉത്തർപ്രദേശിലും ബീഹാറിലും മധ്യപ്രദേശിലും എല്ലാം ഈ സമയത്ത് ആഘോഷിക്കുന്നത് മകരസംക്രാന്തിയോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് തിൽ സംക്രാന്തി. അസമിലാണെങ്കിൽ ആ സമയത്തുള്ള ആഘോഷത്തിൻ്റെ പേരാണ് ബീഹു. കേരൾ മേ ഓണം, തമിഴ്നാടു മേം പൊങ്കൽ, പഞ്ചാബ് മേം ലോഹടി, झारखंड में सरहुल, गुजरात में पतंग का पर्व, पतंग എന്ന് വെച്ചാൽ काइट फेस्टिवल, पतंग का पर्व എന്ന് വെച്ചാൽ काइट फेस्टिवल. सभी खेती और फसलों से जुड़े त्योहार है. അപ്പോൾ ഈ സ്ഥലങ്ങളിലെല്ലാം പറഞ്ഞ ഈ ആഘോഷങ്ങൾ എല്ലാ ഹാർവസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷങ്ങളാണ്. ഇനി जनवरी से मध्य अप्रैल तक अलग अलग समय मनाया जाता है. ഈ ആഘോഷങ്ങളെല്ലാം ജനുവരി മുതൽ ഏപ്രിൽ മാസം പകുതി വരെ പല പല സമയങ്ങളായിട്ട് ആഘോഷിക്കുന്നു. ഇതിനിടയിൽ കേരളത്തിലെ ഓണം നമ്മൾ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലാണ് ആഘോഷിക്കുന്നത്. അത് ഹാർവസ്റ്റുമായി ബന്ധപ്പെട്ടുള്ളത് തന്നെ. പക്ഷെ നമ്മൾ ഇവിടെ കേരളത്തിൽ മകരസംക്രാന്തി ആഘോഷിക്കാറുണ്ട്. झारखंड में सरहुल बड़े जोशों खरोश के साथ मनाया जाता है. 4 दिनों तक इसका जश्न चलता है. ജാർഖണ്ഡിൽ സർഹുൽ എന്ന് പറയുന്ന ആഘോഷം ഭയങ്കര ജോഷായിട്ട് ആളുകൾ ആഘോഷിക്കും. 4 ദിവസം വരെ അവരത് ആഘോഷിക്കാറുണ്ട്. അലഗ് അലഗ് ജൻജാതിയോ ഇസെ അലഗ് അലഗ് സമയമേ മനാത്തി ഹെ. ജൻജാതിയോ എന്ന് വെച്ചാൽ ട്രൈബൽ പീപ്പിൾ, ആദിവാസികൾ. അപ്പോൾ ആദിവാസികൾ ഈ ആഘോഷങ്ങൾ പല പല സമയത്തായിട്ടാണ് ആഘോഷിക്കുന്നത്. संताल लोग फरवरी मार्च में
സന്താൽ ആളുകൾ ഫെബ്രുവരി മാർച്ച് മാസത്തിലാണ് ആഘോഷിക്കുന്നത്. സന്താൽസ് ആർ ദ ലാർജസ്റ്റ് ട്രൈബ് ഇൻ ദ ജാർഖണ്ഡ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ഇൻ ടേംസ് ഓഫ് പോപ്പുലേഷൻ and are also found in the states of Assam, Tripura, Bihar, Chhattisgarh, Odisha and West Bengal. അതായത് സന്താൽസ് എന്ന് പറഞ്ഞാൽ ജാർഖണ്ഡ് സ്റ്റേറ്റിലെ ആദിവാസി പോപ്പുലേഷനിൽ ഏറ്റവും കൂടുതലുള്ള ആളുകളാണ് സന്താൽസ്. അവർ ആസാമിലും ത്രിപുരയിലും ബീഹാറിലും ഛത്തീസ്ഗഡിലും ഒഡീഷയിലും വെസ്റ്റ് ബംഗാളിലും എല്ലാം ഈ സന്താൽ ട്രൈബുകൾ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ സന്താൽസ് ഫെബ്രുവരി മാർച്ച് മാസത്തിലാണ് ഈ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ നടത്തുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഒറാവോ എന്ന് പറയുന്ന ഒരു ആദിവാസി ഗ്രൂപ്പുണ്ട്. അവർ മാർച്ച് ഏപ്രിലാണ് ഇത് അവരുടെ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത്. ഒറാവോൺ ഓൾസോ കോൾഡ് കുരുക്, അബോറിജിനൽ പീപ്പിൾ ഓഫ് ഛോട്ടാ നാഗ്പൂർ റീജിയൻ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ബീഹാർ. അപ്പോൾ ബീഹാറിൽ കാണുന്ന ഒരു ആദിവാസി വിഭാഗമാണ് ഒറാവോൺ. അപ്പോൾ അവർ മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് അവരുടെ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത്. ആദിവാസി ആം തൗർ പർ പ്രകൃതി കി പൂജ കർത്തേ ഹെ. ആം തൗർ എന്ന് വെച്ചാൽ യൂഷ്വലി, സാധാരണയായിട്ട് ആദിവാസികൾ സാധാരണയായിട്ട് പ്രകൃതിയാണ് പൂജിക്കുന്നത്. सरहुल के दिन विशेष रूप से साल के पेड़ की पूजा की जाती है. सरहुलिൻ്റെ ദിവസം സാലവൃക്ഷത്തെ അവർ പ്രത്യേക രീതിയിലുള്ള പൂജകളൊക്കെ ചെയ്യാറുണ്ട്. यही समय है जब साल के पेड़ों में फूल आने लगते हैं और मौसम बहुत ही खुशनुमा हो जाता है. അപ്പോൾ ഈ സമയത്ത് തന്നെയാണ് ഈ സാൽ വൃക്ഷത്തിൽ പൂക്കളുണ്ടാവുകയും കാലാവസ്ഥ വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാലാവസ്ഥ ഉണ്ടാവുന്ന ഒരു സമയവും ഈ സരഹുലിൻ്റെ സമയത്താണ്. അപ്പോൾ ഇവിടെ സാന്താൾ ട്രൈബിൻ്റെയും ഒറാവൻ ട്രൈബിൻ്റെയും ഒക്കെ ഫോട്ടോ കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഇത് സാലവൃക്ഷത്തെ പൂജിക്കുന്ന ഒരു ഫോട്ടോയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സ്ത്രീ പുരുഷ് दोनों ही ढोल मंजीरे लेकर रात भर नाचते गाते हैं. അപ്പോൾ ഈ ആഘോഷങ്ങളൊക്കെ നടക്കുമ്പം ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും ടോൾ മഞ്ചിരി എന്ന് വെച്ചാൽ ഈ വാദ്യോപകരണങ്ങൾ ഇതെല്ലാം വെച്ചിട്ട് രാത്രി മുഴുവൻ ഡാൻസും കളിക്കുകയും പാട്ടുപാടുകയും ഒക്കെ ചെയ്യും. चारों ओर फैली हुई छोटी छोटी घाटियाँ, लंबे लंबे साल के वृक्षों का जंगल और वही आस पास बसे छोटे छोटे गाँव. लिपे पुते करीने में से बुहारे और सजाए गए अपने घरों के सामने लोग एक पंक्ति में कमर में बाहें डालकर नृत्य करते हैं. ജാർഖണ്ഡിൽ നമ്മൾ കാണുന്ന കാഴ്ചയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. ചാരോ ഓർ ഫൈലി ഹുവി ചോട്ടി ചോട്ടി ഘാട്ടിയാം എന്ന് വെച്ചാൽ വാലീസ്, നാലുപാടും പടർന്ന് കിടക്കുന്ന വാലീസ്. ലംബെ ലംബെ സാൽ കെ വൃക്ഷോं का ജംഗൽ, ഈ സാൽ വൃക്ഷങ്ങൾ മൂലം അവിടെ ഉണ്ടായ കാട്. പിന്നെ ഔർ വഹി ആസ് പാസ് ബസി ചൊട്ടെ ചൊട്ടെ ഗാവ്, അതിന് ചുറ്റുമായിട്ട് കൊച്ചു കൊച്ചു ഗ്രാമങ്ങൾ. ലിപ്പേ പുത്തെ എന്ന് വെച്ചാൽ നല്ല ചാണകം മെഴുകിയ, കരീനെ സെ ബുഹാരെ നല്ല തൂത്ത് വൃത്തിയാക്കിയ, ഔർ സജായ ഗയെ അപ്പനെ ഘറോ, അപ്പോൾ അവരുടെ വീട് അവർ നല്ല ചാണകം മെഴുകി തൂത്ത് വൃത്തിയാക്കി നല്ല ഭംഗിയായിട്ട് സംരക്ഷിച്ചിട്ടുണ്ട്. ആ വീടിൻ്റെ മുമ്പിൽ घरों के सामने लोग एक पंक्ति में कमर में बाहें डालकर नृत्य करते हैं. അപ്പം അവരുടെ നല്ല വൃത്തിയാക്കിയ വീടിൻ്റെ മുന്നിൽ ആളുകളെല്ലാം ലൈനായിട്ട് നിന്ന് അരയിലൂടെ കൈയിട്ട് ഡാൻസ് കളിക്കും. ആ ഡാൻസിൻ്റെ പടമാണ് ഈ കാണിച്ചിരിക്കുന്നത്. अगले दिन वे नृत्य करते हुए घर घर जाते हैं और फूलों के पौधे लगाते हैं. പിറ്റേ ദിവസം അവർ ഡാൻസ് കളിച്ച് ഓരോ വീടുകളിലും പോയി ചെടിയുടെ തൈകൾ നടും. घर घर में ചന്ത മാഗ്നെ की भी प्रथा है. ചന്ത എന്ന് വെച്ചാൽ ഡൊണേഷൻ, പ്രഥ എന്ന് വെച്ചാൽ കസ്റ്റം. അപ്പം ഇങ്ങനെ ചെല്ലുന്ന വീടുകളിൽ നിന്നെല്ലാം ഡൊണേഷൻ മേടിക്കുന്ന ഒരു കസ്റ്റവും ഉണ്ട്. पर ചന്തേ മേ മാലൂം ഹേ ക്യാ മാങ്തേ ഹേ, പക്ഷെ ഡൊണേഷനായിട്ട് അവരെന്താണ് മേടിക്കുന്നതെന്നറിയാമോ? മാങ്കന എന്ന് വെച്ചാൽ മേടിക്കുക. മുർഗ, ചാവൽ और മിശ്രി. മുർഗ എന്ന് വെച്ചാൽ കോഴി, ചാവൽ എന്ന് വെച്ചാൽ റൈസ്, മിശ്രി എന്ന് വെച്ചാൽ ഷുഗർ കാൻഡി, അതായത് കൽക്കണ്ടം. അപ്പോൾ അവർ ഡൊണേഷനായിട്ട് മേടിക്കുന്നത് കോഴിയും അരിയും കൽക്കണ്ടം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ്. फिर चलता है खाने पीने और
ഖേലോം കാ ദൗർ. ദൗർ എന്ന് വെച്ചാൽ സമയം. പിന്നെന്താണ്? പിന്നെ അവർ ഭക്ഷണം കഴിക്കാനും കളിക്കാനും ഒക്കെ ആയിട്ടുള്ള സമയമാണ് പിന്നീട് അവർക്കുള്ളത്. തീസരേ ദിൻ, അപ്പോൾ ഇത് രണ്ടാമത്തെ ദിവസത്തെ കാര്യമാണ്. അപ്പോൾ അവരുടെ 4 ദിവസത്തെ ആഘോഷമാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം അവർ വീടെല്ലാം അലങ്കരിച്ച് വീടിൻ്റെ മുമ്പിൽ വരിയായിട്ട് നിന്ന് പരസ്പരം അരയിൽ കൈയിട്ട് ഡാൻസ് കളിക്കും. പിറ്റേ ദിവസം ഓരോരോ വീടുകളിൽ പോയി ചെടിയൊക്കെ നടും, തൈയൊക്കെ നട്ടും. അതിന് പകരമായിട്ട് അവർ ഡൊണേഷനൊക്കെ മേടിക്കും. പിന്നെ അവർ ഭക്ഷണത്തിൻ്റെയും കഴിക്കാനും ഒക്കെ ഉള്ളൊരു സമയമാണ്. പിന്നെ ഇനി തീസരേ ദിൻ, ഇനി മൂന്നാമത്തെ ദിവസം. तीसरे दिन जाकर पूजा होती है, जिसके बाद लोग अपने कानों में सरी का फूल पहनते हैं. മൂന്നാമത്തെ ദിവസം എന്താണ്? പൂജയൊക്കെ കഴിഞ്ഞിട്ട് ആളുകൾ സരയുടെ പൂവ് അവരുടെ ചെവിയിൽ വെക്കും. इसी दिन से वसंत ऋतु की शुरुआत मानी जाती है. ഈ ദിവസം മുതലാണ് വസന്ത ഋതു സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ദാൻ की भी पूजा होती है. ദാൻ എന്ന് വെച്ചാൽ പാഡി, നെല്ലിൻ്റെയും പൂജ ഈ സമയത്ത് ഉണ്ട്. പൂജ കിയാ हुआ ആശീർവാദി ദാൻ അഗ്ലി ഫസൽ में बोया जाता है. ഈ സമയത്ത് പൂജിച്ച് വെച്ചിരിക്കുന്ന പാഡി അടുത്ത ക്രോപ്പ് സീസണിൽ വിതയ്ക്കും. तमिलनाडु में मकर संक्रांति या फसलों से जुड़ा त्यौहार पोंगल के रूप में मनाया जाता है. തമിഴ്നാട്ടിൽ മകരസംക്രാന്തിയോടനുബന്ധിച്ചിട്ടുള്ള ഹാർവസ്റ്റിംഗ് സീസൺ എന്താണ്? പൊങ്കലായിട്ടാണ് ആഘോഷിക്കുന്നത്. പൊങ്കൽ എന്ന പേരിലാണ് ആഘോഷിക്കുന്നത്. ഇസ് ദെൻ ഖരീഫ് की फसलें चावल अरहर आदि कटकर घरों में पहुंचती हैं. അപ്പോൾ ഖരീഫ് എന്ന് വെച്ചാൽ കാരിഫ് ക്രോപ്സ് ആണ്. അപ്പോൾ കാരിഫ് ക്രോപ്സ് എന്ന് വെച്ചാൽ എന്താണ്? കാരിഫ് ക്രോപ്സ് ഗ്രോ ഡ്യൂറിങ് ദ റെയിനി സീസൺ വിച്ച് ഈസ് ബിറ്റ്വീൻ ജൂൺ ആൻഡ് ഒക്ടോബർ. അപ്പോൾ കാരിഫ് ക്രോപ്സ് റെയിനി സീസണിലാണ് വളരുന്നത്. അത് ജൂണിനും ഒക്ടോബറിനും ഇടയിലാണ് വളരുന്നത്. അതിനെ മൺസൂൺ ക്രോപ്സ് എന്നും പറയാറുണ്ട്. അതിൻ്റെ എക്സാമ്പിളാണ് റൈസ്, ഷുഗർ കെയിൻ, കോട്ടൺ, പൾസസ്, ബാജ്ര ഇതെല്ലാം. അപ്പോൾ കാരിഫിനെ പോലെ തന്നെ മറ്റൊരു സീസണിൽ വളരുന്ന ക്രോപ്സാണ് റാബി ക്രോപ്സ്. റാബി ക്രോപ്സിനെ വിൻ്റർ ക്രോപ്സ് എന്നും പറയും. റാബി ക്രോപ്സ് വളരുന്നത് ഒക്ടോബറിനും മാർച്ചിനും ഇടയിലാണ്. അതിൻ്റെ എക്സാമ്പിൾ വീറ്റ്, ബാർലി, പൾസസ് ഒക്കെയാണ്. അപ്പോൾ ഇതൊരു അറിവിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. നമ്മളിപ്പോൾ ഇവിടെ കാരിഫ് ക്രോപ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കാരിഫ് ക്രോപ്സ് എന്താണ്? മകരസംക്രാന്തിയുടെ സമയത്ത് കാരിഫ് ക്രോപ്സിൻ്റെ ഹാർവസ്റ്റിംഗ് ആണ് നടക്കുന്നത്. ആ സമയത്തുള്ള അരി, അരഹർ എന്ന് വെച്ചാൽ തുവർ ദാല്, നമ്മൾ സാമ്പാർ പരിപ്പ്, ഇങ്ങനെയുള്ളതെല്ലാം ക്രോപ്പെല്ലാം ഹാർവെസ്റ്റ് ചെയ്തിട്ട് കർഷകർ അവരുടെ വീടുകളിൽ വരും. ലോഗ് നയേ ദാൻ കൂട്ട്കർ ചാവൽ നിക്കാൽത്തെ ഹേ. അപ്പം ആളുകൾ നെല്ല് പുഴുങ്ങി അതിൽ നിന്നും അരിയെടുക്കും. हर घर में मिट्टी का नया मटका लाया जाता है, जिसमें नए चावल, दूध और गुड़ डालकर उसे पकाने के लिए धूप में रख देते हैं. അപ്പോൾ എല്ലാ വീട്ടിലും ഈ സമയത്ത് ഒരു മൺകുടം മേടിച്ചു കൊണ്ടുവന്ന് അതിനകത്ത് ഈ നെല്ല് പുഴുങ്ങിയെടുത്ത അരി, പുഴുങ്ങിയെടുത്ത അരി, ദൂതെന്ന് വെച്ചാൽ പാല്, ഗുഡെന്ന് വെച്ചാൽ ശർക്കര, ഇതെല്ലാം ഇട്ട് എന്താണ് വെയിലത്ത് വെച്ച് അത് വേവിക്കും. हल्दी शुभ मानी जाती है, इसलिए साबुत हल्दी को मटके के मुंह के चारों ओर बांध देते हैं. ഹൽദി എന്ന് വെച്ചാൽ മഞ്ഞൾ വളരെ പോസിറ്റീവായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സാബൂത്ത് ഹൽദി എന്ന് വെച്ചാൽ ഹോൾ ടർമറിക്, അത് ഈ മഞ്ഞൾ കുഴിച്ചെടുക്കുന്ന രീതിയിലുള്ള, പൊടിക്കാത്ത രീതിയിലുള്ള മഞ്ഞളുണ്ടല്ലോ, ആ മഞ്ഞൾ ഫുള്ളി എന്ത് ചെയ്യും? ഈ എന്താണ് ചാവൽ വേവിക്കുന്നുണ്ട്, അത് ഈ പൊങ്കലിടുന്നതിൻ്റെ 4 സൈഡിലും ഈ മഞ്ഞൾ വെച്ച് കെട്ടും. അതാണ്ട് ഈ പടത്തിൽ കണ്ടിട്ടുണ്ട്, കണ്ടോ? കലത്തിൽ പൊങ്കലിടുന്നുണ്ട്, അതിൻ്റെ 4 സൈഡിലും മഞ്ഞൾ വെച്ചിട്ടുണ്ട്. മഞ്ഞൾ വളരെ പോസിറ്റീവ് വൈബ് തരുന്ന ഒരു സബ്സ്റ്റൻസ് ആയിട്ടാണ് കണ്ടിരിക്കുന്നത്. ये मटका दिन में 10:30-12 बजे तक धूप में रखा जाता है. ഈ കുടം ആ ദിവസം ഒരു 12 മണി വരെ വെയിലത്ത് വെക്കും. जैसे ही दूध में उफान आता है और दूध चावल मटके से बाहर गिरने लगता है तो पोंगल 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 के स्वर सुनाई
देते हैं. അതായത് കിച്ചടി മേം ഉഫാൻ ആഗയ. അതായത് ഈ എന്താണ് ഈ മിക്സറെല്ലാം കൂടി ഇട്ട കുടം, അതായത് ഈ പാലും അരിയും ശർക്കരയെല്ലാം കൂടി ഇട്ട കുടത്തിലുള്ള സാധനങ്ങൾ വെന്ത് അത് പുറത്തേക്ക് തൂകുമ്പോൾ ആളുകൾ എന്താണ് വളരെ സന്തോഷത്തോടു കൂടി പൊങ്കൽ പൊങ്കൽ എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ പൊങ്കൽ ഉത്സവത്തെ വരവേൽക്കുന്നത്. दूसरी ओर गुजरात में पतंगों के बिना तो मकर संक्रांति का जश्न अधूरा ही माना जाएगा. ഗുജറാത്തിലാണെങ്കിലോ പതങ്ക് എന്ന് പറഞ്ഞാൽ കൈറ്റ്, അധൂര എന്ന് വെച്ചാൽ ഇൻകംപ്ലീറ്റ്. അപ്പം ഗുജറാത്തിൽ ഈ കൈറ്റുകളില്ലാത്തൊരു മകരസംക്രാന്തി ഇൻകംപ്ലീറ്റ് ആണ്. അപ്പോൾ ഗുജറാത്തിലെ മകരസംക്രാന്തി എന്ന് വെച്ചാൽ കൈറ്റുകളുടെ ഉത്സവമാണ്. इस दिन आसमान की ओर यदि नजर उठाए तो शायद हर आकार और रंग रूप की पतंगों को आकाश में लहराती हुई मिले. അപ്പോൾ ഈ ദിവസം ആസ്മാൻ എന്ന് വെച്ചാൽ ആകാശം, നസർ എന്ന് വെച്ചാൽ ദൃഷ്ടി, ആകാർ എന്ന് വെച്ചാൽ രൂപം ഷേപ്പ്, ലഹരാന എന്ന് വെച്ചാൽ പറക്കുക. അപ്പോൾ ഈ ദിവസം നമ്മൾ ആകാശത്തിലേക്ക് കണ്ണുയർത്തി നോക്കുകയാണെങ്കിൽ പല രൂപത്തിലും പല വർണ്ണത്തിലും അതായത് പല കളറിലും ഉള്ള കൈറ്റുകൾ ആകാശത്തിലൂടെ ഇങ്ങനെ പറന്നു നടക്കുന്നത് കാണാം. प्रत्येक गुजराती चाहे वह किसी भी धर्म जाति या आयु का हो पतंग उड़ाता है. ഏത് ഗുജറാത്തി ആയാലും അത് അതായത് ഏത് ജാതി ആയാലും എത്ര വയസ്സുള്ള ആളായാലും അതൊന്നും ഒരു ഇതില്ല, എല്ലാ ഗുജറാത്തികളും ആ ദിവസം കൈറ്റ് ഉയർത്തിയിരിക്കും. അതായത് ജാതി മതഭേദമന്യേ എല്ലാ ഗുജറാത്തികളും ഈ കൈറ്റ് ഫെസ്റ്റിവൽ ആഘോഷിക്കും. ഹസാരോ ലാഖോ പതംഗോं से सूर्य भी ढक जा सकता है. ഇങ്ങനെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കൈറ്റുകൾ കൊണ്ട് ആകാശം നിറയും, സൂര്യനെ കാണാൻ പറ്റാത്ത പോലെ ആകുന്ന രീതിയിൽ ആകാശം നിറയും. കുമാവു മേം മകർ സംക്രാന്തി കോ ഖുഖുതിയ ബി കഹത്തെ ഹെ. കുമാവു എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലെ ഒരു പ്രോവിൻസാണ്. അപ്പം ഇതാണ് ഉത്തരാഖണ്ഡ് സ്റ്റേറ്റ്. അതിൻ്റെ ഈ കളർ ചെയ്തിരിക്കുന്ന ഡാർക്ക് കളർ ചെയ്തിരിക്കുന്ന പ്രോവിൻസാണ് കുമയോൺ ഡിവിഷൻ. 2 ഡിവിഷനിൽ ഒരു ഡിവിഷനാണ്. അപ്പം കുമയാണിൽ മകരസംക്രാന്തിയെ ഖുഖുതിയ എന്നും പറയാറുണ്ട്. ഇസ് ദിൻ ആട്ടെ ഔർ ഗുഡ് ഖോ ഗൂന്ദ്കർ പക്വാൻ ബനായെ ജാത്തെ ഹെ. ഈ ദിവസം ആട്ടയും ശർക്കരയും കൂടെ കുഴച്ചിട്ട് ഒരു പ്രത്യേക പലഹാരം ഉണ്ടാക്കും. इन पकवानों को तरह तरह के आकार दिए जाते हैं. ഈ പലഹാരങ്ങൾക്ക് പല പല ഷേപ്പുകൾ കൊടുക്കും. എന്തൊക്കെയാണ്? ഡമറു നമ്മൾ കൊട്ടുന്ന സാധനം, തൽവാർ വാള്, ദാഡിം കഫൂൾ എന്ന് വെച്ചാൽ ബേർഡ് ഫ്ലവർ. അപ്പോൾ ഇങ്ങനെ പല തരത്തിലുള്ള ഷേപ്പിൽ അന്ന് ആ പലഹാരം ഉണ്ടാക്കും. പക്വാൻ കോ തൽനെ കെ ബാദ്, തൽന എന്ന് വെച്ചാൽ ഫ്രൈ ചെയ്യുക. ഈ പലഹാരം ഫ്രൈ ചെയ്തതിന് ശേഷം एक माला में पिरोया जाता है. പിരോന എന്ന് വെച്ചാൽ കോർക്കുക. ഈ പലഹാരം എല്ലാം കൂടി ഒരു മാലയിലേക്ക് കോർക്കും. മാല के बीच में संतरा और गन्ने की गंडेरी पिरोई जाती है. ഈ മാലയുടെ ഇടയിൽ സന്തര എന്ന് വെച്ചാൽ ഓറഞ്ച്, ഗന്നേക്ക് ഗണ്ടേരി എന്ന് വെച്ചാൽ ഷുഗർ കെയിൻ. ഗന്നേക്ക് ഗണ്ടോരി ഷുഗർ കെയിൻ അഥവാ കരിമ്പ്. അപ്പോൾ ഈ മാലയുടെ ഇടയിൽ ഓറഞ്ചും കരിമ്പും എല്ലാം കോർക്കും. അതിനിടയിലാണ് ഈ പലഹാരങ്ങളും കോർക്കുന്നത്. यह काम बच्चे बहुत रुचि और उत्साह के साथ करते हैं. ഈ ജോലി കുട്ടികൾ വളരെ ഉത്സാഹത്തോടെ ചെയ്യും. സുബഹ് ബച്ചോं को माला दी जाती है. രാവിലെ കുട്ടികൾക്ക് ഈ മാല ഇടാൻ കൊടുക്കും. बहुत ठंड के कारण പക്ഷി പഹാഡോ സെ ചലേ ജാത്തെ ഹെ. ഈ കുമയൂൺ എന്ന് പറയുന്ന പ്രദേശം നല്ല തണുപ്പുള്ള സ്ഥലമാണ്. അപ്പം അവിടെ ചില സമയത്തൊക്കെ ഭയങ്കരമായിട്ട് തണുപ്പാവും. അപ്പോൾ ഈ തണുപ്പൊക്കെ കൊണ്ട് ഈ പക്ഷികൾ എന്താണ് ഇവിടെ നിന്നൊക്കെ അങ്ങ് ദൂരേക്ക് അങ്ങ് പോകും. ഇവരുടെ ഈ പഹാടി ഏരിയയിൽ നിന്നൊക്കെ അങ്ങ് ദൂരേക്ക് പോകും. ഉന്നെ ബുലാനെ കെ ലിയെ ബच्चे इस माला से पकवान तोड़ कर പക്ഷിയോं को खिलाते हैं और गाते हैं. അപ്പോൾ ഈ പക്ഷികളെ തിരിച്ച് വിളിക്കാൻ വേണ്ടി കുട്ടികൾ ഈ മാലയിൽ നിന്നും ഈ പലഹാരങ്ങൾ പൊട്ടിച്ച് പക്ഷികൾക്ക് കഴിക്കാൻ കൊടുക്കും. എന്നിട്ട് ഇങ്ങനെ പാടും: കൗവ ആവോ ഗുഗുത് ആവോ ലേ കൗവ ബടൗ മക്കൈ ദേ ജാ സോനെ കാ ഖടൗ
खा लई पूरी, माँ कई ले जा सोने की चूरी. इसके साथ ही जिस चीज़ की कामना हो वह मांगते हैं. ഇങ്ങനെ ഈ പാട്ട് പാടി പക്ഷിയെ വിളിച്ചിട്ട് ആ സമയത്ത് അവരെന്താണോ ആഗ്രഹിക്കുന്നത് അവരത് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യും. है ना कितने अलग अलग अंदाज मकर संक्रांति को मनाने के. ഇതേപോലെ ഏതെല്ലാം തരത്തിൽ നമുക്ക് മകരസംക്രാന്തി ആഘോഷിക്കാം. കഹി ദൂത് ചാവൽ और गुड़ की खीर बनती है. ചിലയിടത്ത് പാല് അരി ശർക്കരയൊക്കെ കൊണ്ട് പായസം പോലെ ഉണ്ടാക്കും. तो कई 5 प्रकार के नए अनाज की खिचड़ी बनाते हैं. ചിലയിടത്ത് 5 തരത്തിലുള്ള പുതിയ അതായത് ഇപ്പോൾ ഹാർവെസ്റ്റ് ചെയ്ത ഗ്രെയിൻസ് കൊണ്ട് खिचड़ी ഉണ്ടാക്കും. कहीं कहीं लोगों का सैलाब नदी में स्नान के लिए उमड़ पड़ता है. വേറെ ചിലയിടത്തോ നദികളിൽ കൂട്ടത്തോടെ അതായത് ഒരു ഗ്രൂപ്പായിട്ട് തന്നെ വളരെ ഫ്ലഡ് ഓഫ് പീപ്പിൾ, ഗ്രൂപ്പൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു ഫ്ലഡ് പോലെ ആളുകൾ വന്ന് ഒരുമിച്ച് കുളിക്കും. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് കുളിക്കുന്നതിലും അവർ നല്ല എക്സൈറ്റഡ് ആണ്. എത്ര തണുപ്പുണ്ടായാലും അവർ ആ ഒരു എല്ലാവരും കൂടെ കൂടിയുള്ള ആ കുളിയിൽ അവർ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. लोग टेंट से टुटते रहेंगे पर बर्फीले पानी में कम से कम एक डुबकी तो जरूर लगाएंगे. എത്ര തണുപ്പുണ്ടായാലും ഈ നല്ല തണുത്ത വെള്ളത്തിൽ ആളുകൾ ഒരു വട്ടമെങ്കിലും ഒന്ന് മുങ്ങിക്കുളിക്കും. എപ്പോഴാണ്? ഈ സെലിബ്രേഷൻ്റെ സമയത്ത്. हाल यह होता है कि इन जगहों पर तिल रखने की भी जगह नहीं होती. രസം അതല്ല, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇത്രയും ആളുകൾ വന്ന് കൂടുമ്പോൾ അതിനിടയ്ക്ക് ഒരു എള്ളിടാൻ പോലുള്ള സ്ഥലം കാണത്തില്ല. അത്രയ്ക്കായിരിക്കും ആളുകൾ കൂട്ടത്തോടെ ഈ നദികളിൽ കുളിക്കാൻ വരുന്നത്. തിൽ സേ യാദായ, തിലിൻ്റെ കാര്യം പറഞ്ഞു. തിൽ എന്ന് വെച്ചാൽ എള്ള്, എള്ളിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. യാദാന എന്ന് വെച്ചാൽ ഓർമ്മ വരിക. മകർ സംക്രാന്തി കെ ദിൻ പാനി മേ തിൽ ഡാൽക്കർ സ്നാൻ കർണ. അതായത് മകരസംക്രാന്തിയുടെ ദിവസം വെള്ളത്തിൽ എള്ളിട്ടിട്ട് കുളിക്കുക. തിൽ ദാൻ കർണ, എള്ള് ദാനം ചെയ്യുക. ആഗമേ തിൽ ഡാൽന, തീയിൽ തിൽ ഹോമിക്കുക, എള്ള് ഹോമിക്കുക. തിൽ കെ പക്വാൻ ബനാന, തിൽ കൊണ്ട് പലഹാരങ്ങൾ ഉണ്ടാക്കുക, എള്ള് കൊണ്ട് പലഹാരം ഉണ്ടാക്കുക. ഇതെല്ലാം വിശേഷ് മഹത്വരക്ത, ഇതിനെല്ലാം വിശേഷമായിട്ടാണ്, ഒരു മഹത്വമുള്ള കാര്യമായിട്ടാണ് കരുതപ്പെടുന്നത്. അപ്പം മകരസംക്രാന്തി ദിനത്തിൽ ആളുകൾ എള്ളിട്ട് കുളിക്കുകയും എള്ള് ദാനം ചെയ്യുകയും അഗ്നിയിൽ ഹോമിക്കുകയും അതുകൊണ്ട് പലഹാരം ഉണ്ടാക്കുകയൊക്കെ ചെയ്യാറുണ്ട്. തുമാരെ ഘർ യാ ഇലാക്കെ മേ ഇസ് ത്യോഹാർ കോ കൈസെ മനായ ജാത്ത ഹെ. നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രദേശങ്ങളിൽ, ഇലാക്കെ എന്ന് വെച്ചാൽ പ്രദേശം, ഇസ് ത്യോഹാർ, ത്യോഹാർ എന്ന് വെച്ചാൽ ഉത്സവം, ഈ ഉത്സവം എങ്ങനെയാണ് ആഘോഷിക്കുന്നത്? മനാന എന്ന് വെച്ചാൽ ആഘോഷിക്കുക. ഇസെ കിച്ചടി, പൊങ്കൽ, മകർ സംക്രാന്തി യാ കുച്ച് ഔർ കഹാ ജാത്ത ഹെ. ഇതിനെ കിച്ചടിയെന്നോ പൊങ്കലെന്നോ മകരസംക്രാന്തിയോ അതോ ഇനി വേറെ എന്തെങ്കിലും പേരിലാണോ നിങ്ങൾ ആഘോഷിക്കുന്നത്? യാ തും ഫസലോ സെ ജുഡേ കോയി ഔർ ത്യോഹാർ മനാത്തി ഹെ. ഇനി നിങ്ങൾ ഇതേപോലെ ക്രോപ്പ് ഹാർവെസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും ഉത്സവങ്ങൾ ആഘോഷിക്കാറുണ്ടോ? ക്രോപ്പ് ഹാർവെസ്റ്റിംഗ് ഒന്നുകൂടെ പറയുകയാണ് നമ്മുടെ വിളവെടുപ്പ്. നമ്മുടെ കൃഷിസ്ഥലത്തു നിന്നുള്ള വിളവെടുക്കുന്നതിനെയാണ് ക്രോപ്പ് ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. यदि तुम आपस में बात करो तो तुम्हें यह जानकर हैरानी होगी कि कई बार एक ही इलाके में रहने वाले लोग भी इस त्योहार को अलग अलग ढंग से मनाते हैं. ഇനി നിങ്ങൾ ഈ പലരും തമ്മിൽ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സൊക്കെ തമ്മിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും. എന്താണ്? ഒരു പ്രദേശത്തെ തന്നെ ആളുകൾ ഈ ക്രോപ്പ് ഹാർവെസ്റ്റിംഗ് സീസണിനെ പല രീതിയിലും ആഘോഷിക്കാറുണ്ട്. അപ്പോൾ അതിനെ പല പേരിൽ തന്നെ ഒരു പ്രദേശത്തുള്ളവർ വിളിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്ന എന്താണ്? ഈ ക്രോപ്പ് ഹാർവെസ്റ്റിംഗ് സീസൺ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും പല പേരുകളിലും ആഘോഷിക്കുന്ന ഒരു സെലിബ്രേഷനാണ്. അപ്പോൾ അതിന് ഒരുപാട് പേരുണ്ട്. കിച്ചടി, പൊങ്കൽ, മകർ സംക്രാന്തി. അപ്പോൾ ഇതെല്ലാം ഓരോ സ്റ്റേറ്റിലെയും ഓരോ ഏരിയയിലെയും നമുക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരുപാട് പേരുകൾ ഇങ്ങനെ അറിയാൻ പറ്റും. അപ്പോൾ ഈ പാഠത്തിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.